ചെയ്യണം. കറക്റ്റ് സമയത്ത് തന്നെ ഐക്യാപ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നടന്നിരിക്കണം. നടക്കും. നീ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമല്ല, ഉദ്ഘാടനം നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ല നിഷേ, നിന്റെ ബ്ലൗസ് എന്താ ഇങ്ങനെ? എന്താ കുഴപ്പം? ഇതാ പെണ്ണുങ്ങളുടെ കുഴപ്പം. 2010 ഇത്രയായിരുന്നു, 2014 ഇത്രയായി, 2018 ഇത്രയായി, 2026 ഈ ബ്ലൗസ് ഉണ്ടോ നിഷേ? അല്ലെങ്കിൽ വല്ലവരും നോക്കും. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം, വെള്ളിമുങ്ങിയെ പോലെ. എന്നെ കുറ്റം പറഞ്ഞാണ് ബ്ലൗസ് കണ്ടില്ലേ ചേച്ചി? ഇത് ഉറപ്പാക്കാന്നോ? എന്തോ അടി? അല്ല, അളന്ന് കയറിയിട്ടിരിക്കുന്നേ. ഇവിടെ ഒന്നിനൊരു കുറവുണ്ടാവാൻ പാടില്ല. ഒന്നിനൊരു കുറവുണ്ടാവില്ല. എല്ലാം കൂടുതലുള്ള ഒരാൾ വരുന്നു. അതാരാ? ഗാനഗോകുലം ചിമ്മിനി. ഒന്ന് മൂളിക്ക്. പുലി പതുക്കുന്നത് മൂളിക്കാനല്ല, കിതക്കാനാ. ആ തള്ള കിടന്ന് കിതക്കുന്ന കണ്ടില്ലേ? ഹായ് എവരിബഡി. ഹായ് നിഷ. ഹായ് സുഷമ. ഹായ് ചിമ്മിനി. എന്റെ പൊന്നു ചേച്ചി, ഇത് സ്ത്രീ അല്ലാതെ സ്ത്രീകളുടെ ശക്തി പരീക്ഷിക്കുന്നതല്ല. രാവിലെ ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കിയതാ. എന്നിട്ട് അതിന് ഇത്തിരി ഉപ്പ് കൂടിപ്പോയി. അപ്പൊ തുടങ്ങി ഇടിയാണ്. എന്നെ അല്ല ചേച്ചി, എന്നോട് കളി കൊടുത്തില്ല. ഞാൻ കുളിച്ചു നിർത്തി നാമി കിട്ടുന്നവരെന്ന്. നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളെ പുരുഷന്മാരുടെ കീഴിൽ അടുക്കളയിൽ പണിയെടുക്കേണ്ടവരല്ല. സത്യം പുരുഷന്മാർ നമ്മുടെ ചിന്തകളെയും സ്വാതന്ത്ര്യത്തെയും കടിഞ്ഞാനിട്ട് ഒളിച്ചു മുറുക്കുന്നു. അത് തന്നെ ഞാൻ പറയുന്നത്. പുരുഷന്മാരെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നും ലൈസോളിട്ട് തുടച്ചു നീക്കണം. എന്തേട്ടാ, ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയില്ല? ഫിഷ് കറി ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ? അല്ല പിന്നെ ദേഷ്യം വരുത്തില്ലേ? ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാത്ത എന്താന്ന്? അല്ല വേണോ, നമ്മളെല്ലാരും വന്നിട്ട് എത്ര നേരായി? എന്നിട്ട് എൽപി എവിടെ? എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവളങ്ങ് മുങ്ങിയ. അവളങ്ങാനും മുങ്ങിയ കൈക്കൂട്ടത്തിന്റെ കൈകരുത്തവളറിയും. സോറി, അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. നിന്റെ പേര് അല്ലാതെ ലളിതാംബികാന്തർജനൊന്നല്ലോ. LLP എവിടെ പോയി? ടീ പോയി. നീയല്ലേ ഏറ്റത്? എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല, എടുത്ത് സമ്മതിച്ചിട്ടില്ല. എനിക്ക് എന്താന്ന് അറിയില്ല ചേച്ചി. 10 ആള് കൂടുന്നിടത്ത് 40 ഭാഷ വരുള്ളൂ. ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന്. ഞാൻ പറഞ്ഞതാ എന്റെ വിളയെ. അന്നിപ്പോ മൂപ്പര് പറയാം, നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടി മീറ്റിംഗ് കൂടിയ അവിടെ എന്താണെങ്കിലും കച്ചറ പിച്ചറ കുറ്റിച്ചറ മാനാഞ്ചറ നായിട്ട് എന്റെ ടീപ്പോയിന്റെ മുകളിലേക്ക് വെറും അതെല്ലാം കൂടി പൊട്ടിക്കും. പിന്നെ എന്റെ അപ്പം വാങ്ങി തരുമോ? ടീപ്പോയിന് എന്നോട് ചോദിച്ചേ. ഇതിനും വേഗം നിന്റെ 50 ഭാഷയായിരുന്നു. എനിക്ക് നിശ്ചയില്ല. നിന്റെ കയ്യിൽ ക്ലിപ്പ് പോലെ ഇരിപ്പുണ്ടോ? എന്റെ കയ്യിലുള്ള ക്ലിപ്പെല്ലാം ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്താ ഒരു ക്ലിപ്പ് ഉണ്ടോന്ന് ചോദിച്ചതാ. ഈ സമയത്തല്ല ക്ലിപ്പ്. ക്ലിപ്പോ
പ്രസംഗിക്കാത്തോണ്ട് എന്റെ തൊണ്ട ചൊറിയാന്ന് പറയായിരുന്നു. അറിയാത്ത പിള്ളേ ചൊറിയുമ്പോ അറിയും. ടീപ്പോയാണ് പ്രശ്നം. അതിപ്പോ ശരിയാക്കി തരാം. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. അതെ, അവരൊക്കെ ലേറ്റ് ആവുന്നു. തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? മൈക്ക് എത്തിയിട്ടില്ല, പിന്നെ എങ്ങനെ തുടങ്ങും? ഹായ്, മൈക്കില്ലേ? അപ്പൊ അധ്യക്ഷ പ്രസംഗം നടക്കൂല. പ്രസിഡന്റ് സമാധാനിക്കാൻ വരട്ടെ. മൈക്ക് സെറ്റ് ചെയ്യാൻ ഇപ്പൊ എത്തും. എപ്പി ഒന്ന് പോയി നോക്കിക്കേ. ആരാ ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? എന്താ ചെവി കേൾക്കില്ലേ? സ്ത്രീകൾ മാത്രമുള്ള ഈ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഞാൻ കാസനോവ. ഇപ്പോഴും ഫോൺ നമ്പർ അല്ല, ഒന്നുമില്ല. കലക്ഷൻ കൊടുക്കണ്ടേ? കൊടുത്തു. അല്ല, എന്റെ ഒരു സാധനം ഇവിടെ മറന്നുപോയി. ഇല്ല, കിട്ടി. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു. ഈ സ്റ്റൂളിന്റെ മേലിൽ കയറി വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സ്ഥിരം ഹവായിച്ച പോലെ വീട്ടിൽ ഇരിപ്പില്ല. നിന്റെ നമ്പർ ചോദിക്കൽ കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചതാ ഈ സ്റ്റൂളിന്റെ മേളിൽ നിന്ന് നിൽക്കുമെന്ന്. അയ്യോ, എന്റെ കാലുടുക്കി. ഇനി അധ്യക്ഷ പ്രസംഗം നടക്കില്ല. കാലല്ലേ ഉടുക്കിയത്, നാമല്ലല്ലോ. അപ്പൊ അധ്യക്ഷ പ്രസംഗം നടത്താം. എന്റെ വീടോ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്യാ? അധ്യക്ഷ പ്രസംഗം. അധ്യക്ഷ പ്രസംഗം. അയ്യോ, അധ്യക്ഷ പ്രസംഗം എനിക്ക് പറ്റത്തില്ല. മൃണു, സ്ത്രീ ശാക്തീകരണം. പ്രസിഡന്റ് കിട്ടി, പ്രസിഡന്റ് കിട്ടി, കിട്ടി. ടീപ്പോയി മാത്രമല്ല, നോക്കിയേ. ആരെ? എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. എന്തൊരു മൊഞ്ചാ കാണാൻ. ദുൽഖർ സൽമാനെ പോലെ ഉണ്ട്. രണ്ട് കുട്ടികളുടെ അച്ഛനാ. അതിനെന്താ? അതെ, അതിനെന്താ? ഒന്നുമില്ല. ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എടുത്ത് കെട്ടിലിടാൻ തോന്നുന്നത്. സത്യം. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വീണത് പോരെ. പൊക്കോളൂ, അധികം നിക്കണ്ട. നീയും കാണുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി, ഞാനിപ്പുറത്തുണ്ടോ. പിന്നെ ഒന്നുമില്ല. ഇല്ല. അത് ഈ കല്ലാസിലുണ്ട്. കല്ലാസോ? കാണാതെ പറയണം. ദൈവേ, കാണാതെ പറയണോ? സ്വാഗതം പറയാനായി ശ്രീമതി സുസമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. സുസമ്മ അല്ലടി, സുഷമ്മ. പറ 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 പറ. അതല്ല, സ്വാഗതം പറ. അറ്റത്ത് നിൽക്കുന്ന മധ്യക്ഷ, മധ്യത്തിൽ നിൽക്കുന്ന അധ്യക്ഷ, മറ്റു വിവിധ തത്വങ്ങളെ. തത്വങ്ങളോ? വാവിട്ട് പോയതാ, കഴിവിട്ട് പോകാതെ നോക്ക്. ഒരു തിരുത്തിന്റെ വ്യക്തിത്വങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം. ഇനി അധ്യക്ഷ പ്രസംഗത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അയ്യോ, എനിക്ക്
നിഷേ പാർട്ടി ക്ലാസ്സിൽ അല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നീ കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്. ബാക്കി പറ. എന്ത് പറയാനാ? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. ഈശ്വര, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. എന്നാ പിന്നെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. വിമാനം ആരും തട്ടിക്കൊണ്ടു പോകരുത്, അത് സ്ത്രീത്വത്തിനെതിരാണ്. ഹലോ, ഗസ്റ്റ് വരാൻ വൈകും, കുറച്ച് വലിച്ചോ. എന്ത് വലിക്കാൻ? പ്രസംഗം വലിക്കാൻ. ഇനി വലിച്ചാ ഞാൻ പൊട്ടിപ്പോവും, എനിക്ക് വയ്യ. കുറച്ചു നേരം സിനിമയെ കുറിച്ച് പറ. ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഭയങ്കര ജാടയാണ്. ഈ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പലത്തിൽ വെച്ചൊക്കെ ഒരു സെൽഫി ചോദിച്ചാൽ സമ്മതിക്കൂല. കഥ പറയാൻ വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കത്തേയില്ല. ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് വരത്തില്ല. നടന്മാർ നടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, ബൂസ്റ്റ് ചെയ്യുന്നില്ല. മലയാളത്തിലെ ഒരു പ്രധാന കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തെ ധ്വംസിക്കുന്ന തരത്തിൽ ഡയലോഗ് പറയുന്നുണ്ട്. പേര് പറ. എന്റെ പേര് മൃണാളിനി. നിന്റെ പേരല്ല, ധ്വംസിച്ച സിനിമയുടെ പേര് പറ. അതായത് ഒരു കശപിശ എന്നുള്ള പേര്, എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ചിമ്മിനിയുടെ ഒരു പാട്ടാണ്. മതി. അടുത്തതായി ചിമ്മിനിയുടെ തനി നാടൻ പാട്ട്. നിങ്ങൾ പാടുമ്പോൾ നാടൻ ആയിക്കോളൂ. അപ്പൊ പാടിക്കോ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി രണ്ട് വാക്ക്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ സ്ത്രീയാണ്. സ്ത്രീയെയും പുരുഷനെയും നമ്മൾ രണ്ട് തട്ടിൽ കാണരുത്. സ്ത്രീയില്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്. സ്ത്രീ ആരാധിക്കപ്പെടേണ്ടവളാണ്, ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ടവളല്ല. പുരുഷ സമൂഹം ആദ്യം പഠിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കണം. എന്ത് നല്ലൊരു മനുഷ്യനല്ലേടി. ശരിയാ. എന്തായി ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഞാൻ പുറത്തോട്ട് ജോലിയിലായിരിക്കും എന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തരുത്. നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരല്ലേ? ഞാൻ അങ്ങോട്ട് വാരണ്ടിയെ കാണിച്ചത്. ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി, മനസ്സിലായോ? ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, നീ എന്നെ കല്യാണം കഴിച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കണം. ആണുങ്ങളോട് നീ കളിക്കരുത്. ആണുങ്ങൾ നിനക്ക് അറിയില്ല, അടിച്ചതിന്റെ ചെപ്പക്കുറ്റി ഞാൻ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഉദ്ഘാടനത്തിന് ഇത്രയും നല്ലൊരു ഏരിയ കിട്ടുമെന്ന് വിചാരിച്ചു.